സിനിമയിൽ കാസ്റ്റിംഗ് കൗച്ച് ഉണ്ടെന്ന് ജൂനിയർ ആർട്ടിസ്റ്റ് അമൃത കെ റിപ്പോർട്ടറിനോട് പറഞ്ഞു. അവസരം നൽകാമെന്ന് പറഞ്ഞു വിളിച്ച പ്രൊഡ്യൂസർ അഡ്ജസ്റ്റ് ചെയ്യാൻ ആവശ്യപ്പെട്ടുവെന്ന് അമൃത പറഞ്ഞു. നല്ല റോൾ ലഭിക്കാൻ സംവിധായകരുമായി കിടക്ക പങ്കിടാൻ ആവശ്യപ്പെടുകയായിരുന്നു. അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറല്ല എന്ന് പറഞ്ഞപ്പോൾ റോളില്ല എന്ന് പറഞ്ഞുവെന്നും അമൃത റിപ്പോർട്ടറോട് പ്രതികരിച്ചു. അമൃത വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അമൃതയ്ക്ക് അറിയാലോ, ഫിലിം ഫീൽഡല്ലേ, ഈ അഡ്ജസ്റ്റ്മെൻറ്റ് കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അമൃത തയ്യാറാണ്. അപ്പം ഞാൻ ചോദിച്ചു എന്ത് അഡ്ജസ്റ്റ്മെൻറ്റ്? അപ്പം പുള്ളിക്കാരൻ പറഞ്ഞു അമൃതയ്ക്ക് അറിഞ്ഞൂടെ, ഫിലിം ഫീൽഡല്ലേ. അപ്പം ഞാൻ ചോദിച്ചു എന്താ ഫിലിം ഫീൽഡിൽ എന്താ പ്രശ്നം, എന്താ ഫിലിം ഫീൽഡ് എന്താ കുഴപ്പം? അപ്പം പറഞ്ഞു എടാ അത് എങ്ങാനും പുള്ളിക്കാരൻ പ്രൊഡ്യൂസറാണ്. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു ഡയറക്ടർ സൈഡിൽ നിന്ന് എങ്ങാനും ആരെങ്കിലും അല്ലെങ്കിൽ വേറെ ആരെങ്കിലും എന്തെങ്കിലും രീതിയിൽ ഫിസിക്കലി ആവശ്യപ്പെടുകയാണെങ്കിൽ അഡ്ജസ്റ്റ്മെൻറ്റ് കാര്യങ്ങളിൽ കിടക്ക പങ്കിടാനോ കൂടെ കിടക്കാനോ ആവശ്യപ്പെട്ട് ആണെങ്കിൽ അമൃത തയ്യാറാണോ? അപ്പോൾ ഞാൻ പറഞ്ഞു അയ്യോ സാർ, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടല്ല ഫിലിമിലേക്ക് വന്നത്, എനിക്ക് അഭിനയിക്കാൻ നല്ല താല്പര്യമുണ്ട്, എനിക്ക് ഈ വക കാര്യങ്ങളിലേക്ക് ഞാൻ ഇല്ല, എന്തായാലും ഇല്ല എന്ന് പറഞ്ഞു. എടാ അത് അങ്ങനെയല്ല, അഡ്ജസ്റ്റ്മെൻറ്റ് തയ്യാറായ വേറെ പെൺപിള്ളേരുണ്ട്, ആ പെൺപിള്ളേർക്ക് പക്ഷെ അഭിനയിക്കാൻ അറിഞ്ഞൂടാ, അതുകൊണ്ടാണ് നിന്നെ വിളിച്ചതെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു സാർ എന്തായാലും ഞാൻ അതിനില്ല, നിങ്ങൾ ആ പെൺപിള്ളേരെ വിളിച്ച് അഡ്ജസ്റ്റ് ചെയ്തോ എന്ന് പറഞ്ഞു. പുതുതലമുറയുടെ ഒരു ധൈര്യം അമൃതയുടെ പ്രതികരണത്തിൽ കാണാനുണ്ട്. ശരത് എസ് വിവരങ്ങളുമായി. ശരത്, ഇപ്പോൾ ഈ പ്രൊഡ്യൂസർ പിന്നീട് ഈ പറഞ്ഞ താരങ്ങളെയൊക്കെ വെച്ച് ആ സിനിമ എടുത്തോ, എന്താണ് മനസ്സിലാക്കാനാകുന്നത്? അമൃത ഇപ്പോൾ പല ശക്തമായിട്ട് തന്നെയാണ് ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. സിനിമാ മേഖലയിൽ നല്ല സ്വാധീനമുള്ള അല്ലെങ്കിൽ തുടർച്ചയായി സിനിമ ചെയ്തിട്ടുള്ള ഒരു പ്രൊഡ്യൂസർ തന്നെയാണോ? സ്മൃതി, നിലവിൽ ഈ സിനിമയുമായി മുന്നോട്ട് പോയോ എന്ന കാര്യത്തിൽ അമൃതയ്ക്കും ഒരു വ്യക്തതയില്ല. കാരണം ഇത്തരത്തിലൊരു ദുരനുഭവം നേരിട്ടതിന് പിന്നാലെ തന്നെ അമൃത ഈ ഒരു കോൺടാക്റ്റ് ഒഴിവാക്കുകയായിരുന്നു. കാരണം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ തന്നെ നിരവധി ആളുകൾ ഇത്തരമൊരു ദുരനുഭവം പങ്കുവെക്കുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിലാണ് തനിക്ക് നേരിട്ട അനുഭവം ഇത്തരത്തിൽ മാധ്യമങ്ങൾക്ക് മുമ്പിൽ പറയണമെന്നുള്ളൊരു ആഗ്രഹം അമൃത നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ രീതിയിലാണ് ഈ ഒരു വെളിപ്പെടുത്തൽ ഇന്ന് രാവിലെ നടത്തുകയും ഉണ്ടായത്. നേരത്തെ ഇത് സംബന്ധിച്ച് പരാതികളൊന്നും തന്നെ അമൃത നൽകിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഈ ഒരു ദുരനുഭവം അത് നേരത്തെ സോഷ്യൽ മീഡിയ വഴി പുറത്തു പറയണമെന്നായിരുന്നു ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ ആ ഘട്ടത്തിൽ പുറത്തു പറഞ്ഞില്ലെങ്കിൽ ഒരുപക്ഷേ സിനിമാ രംഗത്തുനിന്നോ അല്ലെങ്കിൽ സമൂഹത്തിൽ നിന്ന് പോലും തനിക്കൊരു പിന്തുണ ലഭിക്കണമെന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ആ ഘട്ടത്തിൽ തനിക്ക് പറയാൻ മടിയുണ്ടായിരുന്നത്. പക്ഷേ ഈ ഘട്ടത്തിൽ ഇത് പറയണമെന്ന് തോന്നിയ സാഹചര്യത്തിലാണ് ഇന്നിപ്പോൾ ഈ ഒരു വെളിപ്പെടുത്തൽ നടത്തിയത് എന്നുള്ളതാണ് അമൃത പറയുന്നത്. കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് ഇത്തരത്തിൽ നിർമ്മാതാവ് എന്ന രീതിയിൽ ഒരാൾ തന്നെ ബന്ധപ്പെട്ടിട്ടുള്ളത്. ഷൈജു എന്നായിരുന്നു അദ്ദേഹം പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. താൻ നേരത്തെ തന്നെ ചില ജൂനിയർ ആർട്ടിസ്റ്റായി ചില സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അമൃത പറയുന്നത്. അത്തരത്തിൽ ആ ഒരു അഭിനയം കണ്ടിട്ടാണ് തന്നെ ഈ ഒരു പുതിയ സിനിമയിലേക്ക് എന്ന രീതിയിൽ ഈ നിർമ്മാതാവ് വിളിച്ചിട്ടുള്ളത്. അതായത് അപർണ ബാലമുരളി, കുഞ്ചാക്കോ ബോവൻ, ടൊവിനോ തോമസ് തുടങ്ങിയ ആളുകൾക്ക് ഉൾപ്പെടെ അഭിനയിക്കുന്ന സിനിമയാണ് എന്ന് പറഞ്ഞായിരുന്നു തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നത്. അപർണ ബാലമുരളിയുടെ സുഹൃത്ത് എന്ന വേഷമാണ് സിനിമയിൽ തനിക്കുള്ളത്, നല്ല ക്യാരക്ടർ വേഷമാണ് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു. 8 ദിവസത്തെ ഷെഡ്യൂളായിരിക്കും, അതിൽ 2,40,000 രൂപ പേയ്മെൻറ്റ് നൽകാമെന്നുൾപ്പെടെയായിരുന്നു ആ ഘട്ടത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഏറ്റവും അവസാനമാണ് ഈ ഒരു ദുരനുഭവം. അതായത് ഇക്കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞു വെച്ചതിന് ശേഷം അവസാനമാണ് ഇത്തരത്തിൽ അഡ്ജസ്റ്റ്മെൻറ്റിന് കൂടി തയ്യാറാവേണ്ടി വരുമെന്നുള്ളത് ഇയാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതായത് ഇത്രയും പണം നൽകുന്നതല്ല, അതുകൊണ്ട് തന്നെ അഡ്ജസ്റ്റ്മെൻറ്റിന് തയ്യാറാവണമെന്നുള്ളതായിരുന്നു അമൃതയോട് ഈ വിളിച്ച ഷൈജു എന്ന ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിന് താൻ തയ്യാറല്ല എന്നറിഞ്ഞതോടുകൂടി തന്നെ സിനിമയിൽ നിന്ന് ഒഴിവാക്കുകയായിരുന്നു. തനിക്ക് ആ വേഷം നൽകിയില്ല. മാത്രമല്ല ഇത്തരം വേഷങ്ങൾ ചെയ്യാൻ നിരവധി ആളുകൾ സിനിമയിലുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തിക്കൊണ്ട് തന്നെ ഇത്തരം വേഷങ്ങളുമായി മുന്നോട്ട് പോകാൻ നിരവധി ആളുകളുണ്ട്. അതുകൊണ്ട് തന്നെ അമൃത തന്നെ വേണമെന്നൊരാവശ്യം അവർക്കില്ല. പക്ഷേ അമൃതയുടെ ഫേസ് ഉൾപ്പെടെ ഈ ക്യാരക്ടറിന് പറ്റിയതാണ്, അതുകൊണ്ടാണ് അമൃതയുമായി ബന്ധപ്പെടുന്നത് എന്നായിരുന്നു അദ്ദേഹം ഈ ഒരു ഷൈജു എന്നാൽ അമൃതയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ അഡ്ജസ്റ്റ്മെൻറ്റുമായി മുന്നോട്ട് പോകാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് തന്നെ അമൃത ഈ ഒരു വേഷത്തിൽ അല്ലെങ്കിൽ ഈ ചിത്രത്തിൽ നിന്നും പിന്മാറുകയായിരുന്നു എന്നുള്ളതാണ് ഇന്ന് രാവിലെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഷൈജു എന്ന പ്രൊഡ്യൂസർ ഫോൺ കോൾ മാത്രമാണ് വന്നിരിക്കുന്നത്. അത് ആരാണ് നേരിട്ട് കണ്ടിട്ട് പോലുമില്ല. പക്ഷേ ആ ഫോൺ കോളിൽ വന്നപ്പോൾ തന്നെ അത് നിഷേധിച്ചുകൊണ്ട് പരസ്യമായി തുറന്നു പറയാനിപ്പോൾ അമൃത തയ്യാറായിരിക്കുകയാണ്.